SYSന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വന സദനം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം സംരക്ഷിക്കാൻ ആളില്ലാത്ത, ആരോരുമില്ലാത്ത ആളുകളെ താമസിപ്പിച്ച് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. 2021 ആരംഭം കുറിച്ച ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ട ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. ഓവുപാലത്തിൽ അന്തിയുറങ്ങേണ്ടി വന്നവരും, അരിച്ചാലിലേക്ക് വലിച്ചെറിയപ്പെട്ടവരും, മക്കളും കൂട്ടുകുടുംബങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ വഴിയാധാരമാവുകയും ചെയ്ത, കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ അഭ്യുദയകാംക്ഷികളും നമ്മുടെ SYS അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാരും അവരെ ദത്തെടുത്തിട്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ എത്തിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ കാലയളവിനുള്ളിൽ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പല ആളുകളും അള്ളാഹു വിളിക്കുത്തരം നൽകി പരലോകത്തേക്ക് യാത്രയായി സന്തോഷത്തോടുകൂടെ. മറ്റു പലരും അവർക്ക് ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ടെത്തിയവരിലേക്ക് തിരിച്ചേൽപ്പിച്ചു. മറ്റു ചില ആളുകൾ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലെത്തിയപ്പോൾ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള കേരളത്തിലെ ആതുരാലയങ്ങളിലൊക്കെ ഒഴിവാക്കപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷിക്കാൻ ആളില്ലാത്ത മനുഷ്യജീവനുകൾ ഒരിക്കലും തെരുവ് പട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അങ്ങാടികളിലോ ഓവുചാലുകളിലോ കിടക്കരുതെന്ന ഒരു ആഗ്രഹമാണ്, താല്പര്യമാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നുള്ളത്. ഇവിടെ വരുന്ന അതിഥികളുടെ ഭക്ഷണവും അവരുടെ താമസവും അവരുടെ ചികിത്സയും അവരുടെ വസ്ത്രവും അവരുടെ ശുശ്രൂഷയുമെല്ലാം എല്ലാവിധ ശുശ്രൂഷയും നൽകി അവരെ സംരക്ഷിച്ച് വളർത്തുന്നതിന് സാമ്പത്തികമായ എല്ലാ ചെലവുകളും ശാരീരികമായ അധ്വാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളണ്ടിയർമാരും അഭ്യുദയകാംക്ഷികളായ ആളുകളുമാണ്. നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളിലെ ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ഒരു തലോടലെങ്കിലും ഈ പാവപ്പെട്ട ആളുകൾക്ക്, ഉപ്പായെന്ന് വിളിക്കാൻ ആളില്ലാത്ത, സംരക്ഷിക്കാൻ ആളില്ലാത്ത ഇവർക്ക് കിട്ടുന്ന തലോടലാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഭക്ഷണം, അവരുടെ ചികിത്സ, അവരുടെ വസ്ത്രം പരിചരണം ആവശ്യം തുടങ്ങി കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും നമുക്ക് 6000 രൂപയുടെ മുകളിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഓരോ മാസത്തിലും നമുക്ക് ചെലവ് വരുന്നുണ്ട്. അഭ്യുദയകാംക്ഷികളായ നല്ലവരായ സഹോദരങ്ങൾ കണ്ടെത്തി അവർ സഹായിക്കുന്നത്, അവരുടെ സഹായം കൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. എല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ ഞങ്ങളോടുകൂടെ ഉണ്ടാകണമെന്ന് നല്ലവരായ സഹോദര സഹോദരിമാരോട് വളരെ സന്തോഷപൂർവ്വം ആവശ്യപ്പെടുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.